കുറേ നാൾ മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതിൽ നിന്ന് തുടങ്ങാം. അതായത് കേരളത്തിൽ കോൺഗ്രസ്സിന് UDFന് തുടർഭരണം LDFന് വന്നപ്പോൾ ഉണ്ടായ നിരാശ. ആദ്യ 5 കൊല്ലം കഴിഞ്ഞ അടുത്ത 5 കൊല്ലം പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ വരും, അങ്ങനെ അധികാരത്തിന്റെ അപ്പകഷ്ണം മധുരം നുണയാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നിടത്താണ് തിരിച്ചടി ഉണ്ടായിട്ട് രണ്ടാം പിണറായി സർക്കാർ വരുന്നത്. ഇതിന്റെ നിരാശാബോധത്തിൽ നിന്ന് ഇപ്പം വരെ മോചിതരാവാൻ UDFനോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പ്രധാന ഘടകകക്ഷികൾ. പിന്നെ BJPക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, അന്നും ഇന്നും എപ്പോഴും. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ ഞങ്ങൾ ഒരു 35 നേടും, ബാക്കി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ BJP പിക്ചറിലില്ല അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഈ നിരാശയിൽ നിന്നുണ്ടാകുന്ന ആത്യന്തിക ഫലം എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത്, ആ വീഡിയോയിൽ പറഞ്ഞത്, LDFനെ ദുർബലമാക്കാൻ ഇനി UDFന് ഒരൊറ്റ ആയുധമേ കയ്യിലുള്ളൂ എന്നാണ്. ആ ആയുധം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കുടുംബത്തെ പരമാവധി നാറ്റിക്കുക. ആ വാക്കാണ്. നാണം കെടുത്തുക എന്ന വാക്ക് പോലുമല്ല. പിണറായി വിജയനെയും ആ കുടുംബത്തെയും പരമാവധി നാറ്റിക്കുക. നാറ്റിച്ചാൽ മാത്രമേ അടുത്ത ഒരു 3-ാം ടേമിൽ കൂടി LDF അധികാരത്തിൽ വരുന്നത് തടയാനും ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ സുഖലോലുപത നേടാനും പറ്റൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് സുധാസതി കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ലീഗിന് ചാഞ്ചാട്ടുണ്ട്. ലീഗ് പലപ്പോഴും പല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ലീഗ് ഏതു സമയവും UDF വിട്ടു പോരാൻ തയ്യാറാകും, LDF വിളിച്ചാലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഴികയ്ക്ക് 40 വട്ടം പിണറായി വിജയനെയും കുടുംബത്തെയും ചീത്ത വിളിച്ചാൽ അതിനെല്ലാം പ്രതികരിക്കണം, മറുപടി പറയണം എന്ന് നിർബന്ധിക്കുന്ന എന്തിനാണ്? ഈ നാട്ടുംപുറത്ത് നാടൻ നായ മൂങ്ങും പറഞ്ഞ് മൂങ്ങും, 2 കുരയും കുരച്ചിട്ട്. അതേപോലെ കുറുക്കൻ ഓരിയിടും, ഓരിയിടും. നായ മൂങ്ങിയിട്ടോ കുറുക്കൻ ഓരിയിട്ടിട്ടോ അതിനെതിരെ മനുഷ്യർ പ്രതികരിക്കാൻ പോകാറുണ്ടോ? അത് തന്നെ. ഇതിനോടെല്ലാം പിണറായി വിജയൻ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കണം അത്രയും, എങ്കിലേ ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ അദ്ദേഹത്തിന് തോന്നുമ്പോൾ പ്രതികരിക്കാറുണ്ട്, കൃത്യമായ മറുപടി പറയാറുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത്. ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ വിലയിരുത്തുകയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ പറഞ്ഞു തന്നെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മുഖ്യമന്ത്രിയെയും പരമാവധി നാറ്റിക്കുന്ന അജണ്ട സെറ്റ് ചെയ്യാൻ കനുകലു കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫണ്ടിങ് ചെറുതല്ല. കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് കോൺഗ്രസ്സിന് കേരളത്തിൽ ഭരണമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല. 2 ടൈം കഴിയുന്നു, 5-10 കൊല്ലം കഴിയുന്നു. അടുത്ത ഇലക്ഷൻ ലോക്സഭ വരാൻ പോകുന്നു. കൈ കാശില്ല, കേരളത്തിലുമില്ല, കേന്ദ്രത്തിലും കോൺഗ്രസിന് ഈ കാശില്ല. BJPയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പണമുണ്ട്, അത്രയ്ക്ക് അവർ കളിക്കും. എന്നിട്ട് പോലും ഈ 7.5 വർഷം ഭരണം കിട്ടാഞ്ഞിട്ട് പോലും കോൺഗ്രസിന് ഇപ്പോൾ എവിടെ നിന്നാണ് പൈസ വരുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. PV അൻവർ എന്ന നിലമ്പൂർ MLA നിയമസഭയിൽ ഉന്നയിച്ചതിനെ പരിഹസിക്കുന്ന ചിലരുണ്ട്. പരിഹസിക്കുന്നവരോട് ചില എക്കണോമിക്സ് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുക. ഭരണമില്ല, അഴിമതി നടത്താൻ പറ്റുന്നില്ല, കാറിക്കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഇതൊന്നും നടത്താത്ത കേരളത്തിലെ കോൺഗ്രസിന് KPCCക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ. VD സതീഷിനും കൂട്ടാളികൾക്കും ചെലവഴിക്കാൻ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു? അതിന് ഉത്തരം പറയണം. PV അൻവർ നിയമസഭയിൽ പറഞ്ഞതിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളരുത്. അതിനെ പരിഹസിച്ചിട്ട് VD സതീശൻ പറഞ്ഞ മറുപടി നമ്മൾ കണ്ടതാണ്. എത്രായിരം കോടി രൂപയാണ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഫണ്ട് ചെയ്യുന്നതെന്ന് ഒരു അന്വേഷണം നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് കോൺഗ്രസ് മാത്രമല്ല, BJPയും ഉണ്ട്, RSS BJPയും ഉണ്ട്. BJP RSSന്റെ അജണ്ടയിൽ 1000 കോടി രൂപയാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ട് കേരളത്തിൽ ഒഴുക്കാൻ അവർ തീരുമാനിച്ചതെന്ന് ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. 1000 കോടി രൂപയാണ് കേരളത്തിൽ രാഷ്ട്രീയം കളിക്കാൻ BJPയുടെ ഹവാല മണി വരുന്നത്. അക്കൗണ്ടഡ് മണി അല്ല,
നികുതി അടയ്ക്കാത്ത പണം അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കോണിൽ കൂടെ അത് വരുന്നുണ്ട്, പല വഴികളിൽ അത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ സ്വയം ബുദ്ധി, മലയാളിയുടെ ഒരു സ്വാഭാവിക ബുദ്ധി പ്രയോഗിക്കണം. അപ്പോൾ പിടികിട്ടും എവിടെ നിന്നൊക്കെയാണ് ഈ പണം വരുന്നത്. കർണാടകയിൽ നിന്നാണ് ഈ പണം വരുന്നത്. ആരുടെ പണമാണ് വരുന്നത്? ഈ വന്ന പണത്തിൽ നിന്ന് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. BJPയെ സഹായിക്കാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ജനൻ TVയും അമൃത TV ഒന്നുമല്ല, വേറെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷിച്ച് നമുക്ക് മനസ്സിലാവും ഏതാണെന്ന്. അതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. PV അൻവർ വെളിപ്പെടുത്തിയത് ചെറിയ കാര്യമല്ല. കേരളം ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന്റെ ഉമ്മറപ്പടിയിലാണ്. ഓൺ ദ ത്രഷോൾഡ്. ഉമ്മറപ്പടിയിൽ നിന്നല്ല, ഉമ്മറപ്പടി കടന്നു മുന്നോട്ട് പോയിരിക്കുകയാണ്. ദേശീയപാത വികസനം, അതിനോട് ചേർന്ന് IT കൊറിഡോറുകൾ, വിഴിഞ്ഞത്തിന്റെ വലിയ സാധ്യതകൾ, വിഴിഞ്ഞത്തോട് ചേർന്നിട്ട് ഉള്ള അനുബന്ധ വികസനങ്ങൾ, ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ. ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ കേരളം വിട്ടു പോകേണ്ടുന്ന സാഹചര്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമ്പോഴാണ് ഇതിനെ അട്ടിമറിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ പിണറായി വിജയനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്ത് നാറ്റക്കേസ് ഉണ്ടാക്കി നമ്മളിതിനെ അവസാനിപ്പിക്കും. വിവേകമുള്ള മലയാളി ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇതിൽ നിന്നും തകർന്നു പോകുന്ന ഒരാളല്ല പിണറായി വിജയൻ. അതാണ് ആ നിയമസഭയിലെ പ്രസംഗം. എന്തായിരുന്നു? അതിലേക്ക് വരാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി സ്വപ്ന കുമാരി കടത്തുകാരി. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ബിരിയാണി ചെമ്പ് കഥയുണ്ടാക്കി, കൈതോലപ്പായയിൽ നോട്ട് പൊതിഞ്ഞുകൊണ്ട് പോയി. പറഞ്ഞവൻ വിദ്വാൻ ആരാണെന്നറിയാമല്ലോ. ഇന്നോവ കാറില് നോട്ടുകെട്ടുകൾ 2000-ന്റെ ആദ്യമേ ആ കഥ പൊളിഞ്ഞു. കാരണം അന്ന് ഇന്നോവ മോഡൽ ടൊയോട്ടയുടെ ഇറങ്ങിയിട്ടില്ല. ഈ കൈതോലപ്പായിൽ സ്വർണം കാശ് പൊതിഞ്ഞുകൊണ്ട് പോയി എന്ന് പറയുന്ന സമയത്ത് ഇന്നോവ കാർ ഇറങ്ങിയിട്ടില്ല. 2000-ന് നോട്ടെന്നില്ല. അന്ന് ഉള്ള നോട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നിട്ടാണ് ഒരു നുണ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അല്പമെങ്കിലും സത്യമായിട്ട് തോന്നുന്ന രൂപത്തിൽ പറയുക. അപ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഈ മുൻ മാധ്യമ പ്രവർത്തകൻ. ഇപ്പോഴും അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. മുന്നെന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊരു മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ പ്രധാന ജോലി ഈ പിണറായി കുടുംബത്തെ എങ്ങനെ നാറ്റിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖ്യ അജണ്ട. അതിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു കള്ളം നുണ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ കുറച്ചെങ്കിലും അതിനൊരു തോന്നിപ്പിക്കണം. അതോടുകൂടി അത് പൊളിഞ്ഞ് പോലീസ് FIR, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് FIR ഇട്ടു. ഇദ്ദേഹത്തെ തെളിവെടുപ്പിന് വിളിപ്പിച്ചു. അദ്ദേഹം പോയി ഹാജരായിട്ട് പറഞ്ഞത് എനിക്ക് തെളിവുകൾ തരാനൊന്നും താല്പര്യമില്ല. എന്തോന്ന് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പോലീസ് വിളിക്കുമ്പോൾ ഞാൻ തെളിവ് തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളെ പറ്റി നമ്മൾ എന്താ പറയേണ്ടത്? അതാണ് കൈതോലപ്പായ. അതവിടെ കഴിഞ്ഞു. 1.5 വർഷമായിട്ടും 2 കൊല്ലമായിട്ടും ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ആരോപണം പിന്നെ ഉന്നയിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ തെളിയിക്കൂ. മുഖ്യമന്ത്രിയും കുടുംബവും കടുത്ത അഴിമതി ചെയ്തു എന്ന് തെളിയിക്കൂ. അതല്ല അതിന്റെ മര്യാദ എന്ന് പറയുന്നത്. അത് ചെയ്യാതെ വീണ്ടും ആരോപണം ഉന്നയിക്കുക. അപ്പം കൈതോലപ്പായ, ബിരിയാണി ചെമ്പ്, പിന്നെ സ്വർണ്ണക്കടത്ത്, പിന്നെ സിംഗപ്പൂർ യാത്ര 100 തവണ യാത്ര ചെയ്തു അത്രേ പിണറായി വിജയനും കുടുംബവും സിംഗപ്പൂരില്. പിന്നെ കമല ഇന്റർനാഷണൽ അവിടെ ഉണ്ടാക്കി. ടെക്നിക്കാലിയ വേറൊരു സംഭവം വന്നു. പിന്നെ കൊട്ടാരം പോലുള്ള വീട് പിണറായി വിജയൻ ഉണ്ടാക്കി. അണ്ടർഗ്രൗണ്ട് സെല്ല് വരെയുള്ള വീടുണ്ടാക്കി. വേറെ ഏതോ ഒരു വീടിന്റെ ഫോട്ടോ ഇട്ടിട്ട് വ്യാജ വാർത്ത ഫേസ്ബുക്കിൽ വ്യാജ പോസ്റ്റ് ഇട്ടു. അതെന്തായി ഒക്കെ മനസ്സിലായല്ലോ. പിന്നെ നാട് നിറയെ നിക്ഷേപങ്ങൾ, കണ്ടിടത്തെല്ലാം ഭൂമിയെല്ലാം കിടക്കുന്നതെല്ലാം പിണറായി വിജയന്റെ കുടുംബത്തിൻ്റെതാണ്. ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ എത്രയെത്ര കഥകളാണ് നിങ്ങളും മെനയുന്നതെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എന്താണത്? അതാണ് കേരളം ശ്രദ്ധിക്കേണ്ടത്, മലയാളികൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും നമ്മളെ ഏൽക്കില്ല.
എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഈ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹം 2 കൈകളും ന്യൂസ് ഉയർത്തി പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ആദ്യം എൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണങ്ങൾ, ഏത് കമല ഇന്റർനാഷണൽ. പിന്നെ എൻ്റെ മകളെക്കുറിച്ചായി എന്ന് പറഞ്ഞാൽ വീണ വിജയൻ. ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ എക്സാലോജിക്ക്, മറ്റേ ഇത് IT ബിസിനസ് കാര്യങ്ങൾ. എനിക്കൊരു മാനസിക കുരുക്കും ഉണ്ടാകില്ല. മനസ്സമാധാനമാണ് പ്രധാനം. മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. മനസ്സമാധാനം എപ്പോഴും ഉണ്ടാവും. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ എന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് നടത്തിയൊരു വെളിപ്പെടുത്തലിനെ എന്തോ പരിഹസിക്കുന്നത് കണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. എൻ്റെ ഭാര്യ അവരുടെ മകളുടെ അമ്മ കിട്ടിയ പെൻഷൻ തുകയിൽ നിന്നാണ് ആദ്യം ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തത്. ആ പൈസ കൊടുത്തിട്ടാണ് ബാംഗ്ലൂരിൽ തുടങ്ങിയത് എന്ന് പറയും. ഇതിനെയൊക്കെ ഇത്ര പരിഹസിക്കാനുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട് എന്ന് പിണറായി വിജയൻ പറയുകയാണ്. ഇതൊന്നും എന്നെ ഏശാനെ പോകുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. പിണറായി വിജയൻ പറഞ്ഞാണ് നിയമസഭയിൽ. അതെന്താണ്? LDF മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പിന്നുള്ള ഏക പോംവഴി, ബാക്കി എല്ലാ ആയുധങ്ങളും അവനാഴിയിലെ ഇല്ലാണ്ടായപ്പോൾ ഏക പോംവഴി പിണറായി വിജയനെയും കുടുംബത്തെയും നാറ്റിക്കുക എന്നത് മാത്രമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. അതിവിടെ ചെലവാകാൻ പോകുന്നില്ല. ജനങ്ങൾ, മലയാളികൾ ഇത് കാണുന്നുണ്ട്. ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് അധ്യാപകയാവട്ടെ, അധ്യാപകനാവട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥനാവട്ടെ, ഒരുവിധം ഭേദപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്ന് സീനിയർ ടീച്ചറോ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്സോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ KSCBയിലൊക്കെ ഉള്ള മുതിർന്ന സൂപ്രണ്ടോ സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് വല്ല ബോധമുണ്ടോ മലയാളികൾക്ക്? അങ്ങനെ സർക്കാർ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന തുക എത്രയാണെന്ന് നിങ്ങളുടെയൊക്കെ വീടുകളിൽ, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ വീടുകളിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പോസ്റ്റ് റിട്ടയർ ചെയ്യുമ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് അനുസരിച്ച് കമ്മ്യൂട്ട് ചെയ്ത് തന്നെ ഒരു 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ കിട്ടുന്ന പോസ്റ്റുകൾ ഇന്ന് കേരള സർവീസിലുണ്ട്. അധ്യാപക തസ്തികയിലുണ്ട്, സെക്രട്ടേറിയറ്റിലുണ്ട്, KSCBയിലുണ്ട്, മറ്റ് പല സ്ഥാപനങ്ങളിലുമുണ്ട്. എന്നിട്ട് പരിഹസിക്കുകയാണ്. ഓക്കെ, 50 ലക്ഷം 1 കോടി കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒരാൾ തുടങ്ങുന്നു. എന്താ തെറ്റ്? തുടങ്ങാൻ ആ പൈസ പോരെ? പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണേൽ ലോൺ എടുക്കാം, അല്ലെ ബാങ്ക് ലോൺ എടുക്കാം, അല്ലെങ്കിൽ വേറെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് ആദ്യ ബിസിനസ്സിന് കൊടുത്ത പൈസ എൻ്റെ ഭാര്യയുടെ കമ്മ്യൂട്ട് ചെയ്ത പൈസയാണ്. പിന്നെ മാസത്തോറും പെൻഷൻ. ഇപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 അറൗണ്ട് 35,000 to 40,000 50,000 താഴെ രൂപ ഒരു മാസം പെൻഷനായിട്ട് കിട്ടും. ഇതൊക്കെ സർവീസ് റൂൾസിലുള്ള കാര്യങ്ങളാണ്. പെൻഷൻ പറ്റി എന്തൊക്കെ ആനുകൂല്യം. ഇതിനെയൊക്കെ പരിഹസിക്കുന്ന നമ്മുടെ മലയാളി ബോധം എന്താ അറിയാമെന്ന് ഞാനിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് അന്വേഷിക്കുക. കേരളത്തിൽ മലയാളികൾ എത്രയോ സ്റ്റാർട്ടപ്പ് വില്ലേജുകളിൽ ഈ ചെറിയ തുകയ്ക്ക്, ഇതൊരു ചെറിയ തുകയല്ല, എന്നാൽ പോലും 10 ലക്ഷമോ 25 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ 75 ലക്ഷം 1 കോടിയോ രൂപയ്ക്ക് സ്റ്റാർട്ടപ്പുകളിൽ ബിസിനസ് ചെയ്തിട്ട് അവരൊക്കെ എത്രയോ വലിയ ലെവലിലേക്ക് പോയിരിക്കുന്നു എന്നൊന്ന് അന്വേഷിക്കണം. എല്ലാം ഈ മഞ്ഞ കണ്ണാടി വെച്ച് കാണുന്ന ഈ പരിപാടി ഉണ്ടല്ലോ. കേരളം മുന്നോട്ട് പോവുകയാണ്. കേരളം മുന്നോട്ട് പോകുമ്പോൾ നമ്മളതിന് ഒപ്പം നിൽക്കണം. ഒപ്പം നിൽക്കാത്ത ചിലരുണ്ട്. അതാണ് കേരളത്തിലെ UDFും ഇവിടുത്തെ BJP RSSും. ഈ നാടിൻ്റെ 2 ശത്രുക്കളെ ഞങ്ങൾ തുറന്ന് പറയാം. ഈ നാടിപ്പം മുന്നോട്ട് കുതിക്കുകയാണ്. ഈ 2 ശത്രുക്കൾ, ഈ നാട് മുന്നോട്ട് പോകരുത്, വീണ്ടും LDF അധികാരത്തിൽ വരുമെന്ന് ഖേദിക്കുന്ന, വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF, 2 ഇവിടുത്തെ BJP RSS. ഇതല്ലാതെ കേരളത്തിലെ ജനങ്ങളൊന്നും
മറ്റൊന്നും വിശ്വസിക്കുന്നില്ല. അവർക്ക് സത്യങ്ങൾ അറിയാം. ദേശീയപാത വികസനം, സ്കൂളുകളുടെ വികസനം, ആശുപത്രികളുടെ വികസനം, സർക്കാർ ആശുപത്രികൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, വിഴിഞ്ഞത്തിൻ്റെ വികസനം, അതേപോലെ ഓരോന്നും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡുകൾ, പാലങ്ങൾ ഒക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സഹായങ്ങൾ കിട്ടേണ്ടത് നിഷേധിക്കുകയാണ്. കേന്ദ്ര ഗ്രാന്റ്, കടമെടുപ്പ് പരിധി ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, തടയിട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ്, UDF എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഇവര് രണ്ടു കൂട്ടരെയും നാട് പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സത്യം മലയാളികൾ തിരിച്ചറിയണം. അവർക്കിത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറയേണ്ടി വരുന്നത്, നുണ വീണ്ടും വീണ്ടും കെട്ടഴിച്ച് വിടുമ്പോൾ നമ്മൾ സത്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് വീണ്ടും പറയുന്നത് എന്ന് ദയവായി നിങ്ങളെല്ലാം ഓർക്കുക, നമ്മുടെ പ്രേക്ഷകർ.